ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വിഷയം ഒരുപാട് തരത്തിലുള്ള ഡയറക്റ്റ് സെല്ലിംഗ്, അതുപോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളതിന്റെ പേരിൽ കടന്നു വന്നിരിക്കുന്ന മണി ചെയിൻ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഒക്കെ തകർക്കുന്ന ഇത്തരത്തിലുള്ള മണി ചെയിൻ സ്കാമുകളിൽ കൂടി കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും ഓരോ കേസുകളിൽ ഓരോ കഥകളിൽ കൂടി നമ്മൾ അറിയുന്നത്. ഇപ്പൊ ഏറ്റവും അടുത്തായി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ഏകദേശം 3000 കോടിയിലധികം രൂപയുടെ അനധികൃതമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ പലതരത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അത്തരത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ, നമുക്കറിയാവുന്ന പോലെ കരിവണ്ണൂർ ബാങ്കിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ കണ്ടല കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിന്റെ കഥ നമുക്കറിയാവുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് സൊസൈറ്റികൾ. ഏറ്റവും അവസാനമായി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിലും മറ്റും നടന്നിരിക്കുന്ന റെയ്ഡ് ഏകദേശം 4000 കോടിയിലധികം രൂപയുടെ അനധികൃത ഇടപാടുകൾ നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. നമുക്ക് എല്ലാ ദിവസവും വാർത്തകളിൽ ഇത്തരത്തിലുള്ള മണി ചെയിൻ പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള മണി ചെയിൻ സ്കാമുകൾ, ഇത്തരത്തിലുള്ള മണി ചെയിൻ സ്കീമുകൾ ഒക്കെ കേരളത്തിൽ ഇത്ര പെട്ടെന്ന് പച്ച പിടിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ എൻ്റെ ചില കാഴ്ചപ്പാടുകളാണ്, എൻ്റെ ചില കണ്ടെത്തലുകളാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള മണി ചെയിൻ സ്കാമുകൾ ഒരുപാട് ഇങ്ങനെ തഴച്ചു വളരുന്നത്? ഏറ്റവും പ്രധാനമായി അമിതമായ ആഗ്രഹമാണ് മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുവായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ശരിയായ മനുഷ്യനല്ല. പക്ഷേ അമിതമായ ആഗ്രഹങ്ങൾ, നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്തൊക്കെയോ ആയി മാറണം എന്നുള്ള അമിതമായ ആഗ്രഹം, നമ്മൾക്ക് എന്താണോ ഉള്ളത്, നമ്മളുടെ കഴിവുകൾ എന്താണ്, അത് കണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയിൽ നിന്ന് മാറി മറ്റുള്ളവരെ കണ്ട് അതിൽ നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ്. പെട്ടെന്ന് ധനികനാവണം, പെട്ടെന്ന് പണക്കാരനാവണം, അധ്വാനിക്കാതെ പണം ഉണ്ടാക്കി വലിയ രീതിയിലേക്ക് എനിക്ക് മറ്റുള്ളവരിൽ മുന്നിലേക്ക് എത്തണം എന്നൊക്കെയുള്ള ഒരു പ്രവർത്തനം, ആ ഒരു ആഗ്രഹം മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം, അതിലെ സ്കാമ് നമുക്കറിയാവുന്നതാണ്. ആ 10,000 രൂപ ഇട്ടാൽ ഒരു വർഷം കൊണ്ട് തന്നെ 5000 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ 3 ഇരട്ടിയായി തിരിച്ചു തരും എന്നുള്ള ഇത്തരത്തിലുള്ള സ്കാമുകളിലേക്ക് മലയാളി പോയി വീഴുന്നത് മറ്റെവിടെ നിന്നും നമുക്ക് ലഭിക്കാത്ത തരത്തിലുള്ള ലാഭം അവിടെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വലിയ അമിതമായ ആഗ്രഹം നമ്മൾ വെച്ച് പുലർത്തുകയാണ്. അതുപോലെ അവരുടെ മറ്റൊരു പ്രോജക്റ്റ് 5 ലക്ഷം രൂപയുടെ ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് 55 ലക്ഷം രൂപ തിരിച്ചു തരും എന്നുള്ള ഓഫറാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓഫറുകളിലേക്ക്, ഇതിപ്പോ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം മാത്രമല്ല, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതായിട്ട് നമുക്കറിയാം. നമുക്കറിയാവുന്നതുപോലെ പോപ്പുലർ ഫിനാൻസ് തൊട്ട് മുന്നേ നടന്ന 1500-2000 കോടിയുടെ ഒക്കെ സ്കാമായിരുന്നു അത്. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ നടക്കുന്ന ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മാത്രം 4000 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് ED ഇപ്പോൾ അത് അവരുടെ പ്രഥമ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്കാമുകളിലൊക്കെ മലയാളികൾ പോയി വീഴുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അതിയായ ആഗ്രഹം, അമിതമായ ആഗ്രഹം, എന്തൊക്കെയോ ആയിത്തീരണം എന്നുള്ള നമ്മുടെ കഴിവിനേക്കാൾ, നമ്മളുടെ റിസോഴ്സുകളെക്കാൾ കൂടുതലായിട്ട് നമ്മൾക്ക് എന്തൊക്കെയോ ആവണം എന്നുള്ള ചിന്ത. നമ്മള് പണ്ട് അതിനൊരു ചൊല്ലുണ്ട്, നമ്മുടെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നുള്ളത്. രണ്ടാമതായി നമ്മൾ നമ്മുടെ വാനിറ്റി മറ്റുള്ളവരെ കാണിക്കാൻ. നമ്മൾ മലയാളികൾ പലപ്പോഴും ജീവിക്കുന്നത് അപ്പുറത്തെ വീട് ഒരു കുറച്ച് വലിയ വീട് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ വീട് നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഗ്രേഡുള്ള കാറ് നമുക്ക് വാങ്ങണം. ഇത്തരത്തിലുള്ള ഒരു വാനിറ്റി കാണിക്കാനുള്ള ആഗ്രഹം നേരത്തെ പറഞ്ഞതുമായി കൂട്ടിച്ചേർത്ത് തന്നെ കാണിക്കേണ്ട ഒരു കാര്യമാണിത്. മലയാളത്തിൽ പറഞ്ഞാൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതിനു വേണ്ടി നമുക്ക് പണം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ നേടുന്ന നമ്മളുടെ ജോലിയിൽ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തുക നമുക്ക് മതിയാകാതെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പോൺസി സ്കീമുകളിലേക്ക് നമ്മൾ പോയി വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പൊങ്ങച്ചം കാണിക്കുക എന്നുള്ള ആ പ്രവർത്തനം മാറ്റിവെക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. മൂന്നാമതായി അപകർഷതാ ബോധമാണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ഒന്നുമല്ല, നമ്മൾ ഈ നാട്ടിലൊന്നുമല്ല, മറ്റുള്ളവരെയൊക്കെ നോക്കൂ,
അവർ ഇങ്ങനെ ജീവിക്കുന്നു, അവർ അങ്ങനെ ജീവിക്കുന്നു, പക്ഷെ നമുക്കൊന്നും ആയിത്തീരാൻ വേണ്ടി കഴിയുന്നില്ല. ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ഒരു അപകർഷതാ ബോധം നമ്മളെ ഇത്തരത്തിലുള്ള, നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള, ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾക്കൊന്നും എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ബോധം, ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അത് മലയാളികൾക്കിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ശത്രുവാണ് നമ്മുടെ അപകർഷതാ ബോധം. ഈ അപകർഷതാ ബോധം മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൂടിയും നമ്മുടെ സാമൂഹിക പ്രവർത്തനത്തിൽ കൂടിയൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലാതിരിക്കുക എന്നത്. പക്ഷേ ഒരിക്കലും മലയാളികളുടെ ഒരു കൂടപ്പിറപ്പായിട്ട് തന്നെ നമുക്ക് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ പറയാം. അപ്പൊ ഇത്തരത്തിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലെ ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ എന്തോ ആണ് എന്ന് കാണിക്കണം, നമുക്കൊരു സുപ്പീരിയർ ആയിട്ട് നമുക്ക് എത്തണം എന്നൊക്കെയുള്ള നമ്മുടെ ഒരു പ്രശ്നം. ഈ പ്രശ്നമാണ് നമ്മളെ ഇത്തരത്തിലുള്ള അനധികൃതമായ പ്രവർത്തനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നാലാമതായി നമുക്ക് പറയാൻ പറ്റുന്നത് സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ്. നല്ല വിദ്യാഭ്യാസ സമ്പന്നരായിരിക്കും ഇത്തരത്തിലുള്ള പല പോൺസി സ്കീമുകളിലും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലൊക്കെ പൊതുവെ പോയി വീഴുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ടുള്ള പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 100 കണക്കിന് ആൾക്കാർ, ടീച്ചർമാർ, അതായത് അധ്യാപകർ, ഏറ്റവും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ. ഡിഗ്രിയും PGയും BEdും സെറ്റും നെറ്റും അങ്ങനെ പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടിയ ആൾക്കാരായിരിക്കും. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായ വിദ്യാഭ്യാസത്തിന്റെ അഭാവം അവർക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്കീമുകളെ കുറിച്ചും ഇത്തരത്തിലുള്ള മണി ചെയിൻ സ്കീമുകളെ കുറിച്ചും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ കൃത്യമായ ധാരണകളെ കുറിച്ചും വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയിൽ ഒരുപക്ഷെ സ്കൂൾ തലം മുതൽ ഉൾപ്പെടുത്താനായിട്ട് ഇതിൽ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വലിയ വലിയ ആൾക്കാർ, ട്രഷറി ഓഫീസേഴ്സ്, ബാങ്ക് എംപ്ലോയീസ്, ബാങ്ക് മാനേജേഴ്സ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ഇവരൊക്കെ ഇത്തരത്തിലുള്ള പോൺസി സ്കീമുകളിലേക്ക് പോയി വീഴുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ അഭാവമല്ല ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിലെ എന്നല്ല നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. കൃത്യമായ ഒരു തൊഴിൽ ഉണ്ട്, ആ തൊഴിലിൽ കൃത്യമായി പ്രവർത്തിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്കീമുകളിൽ പോയി വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇത്തരത്തിലുള്ള പോളിസി സ്കീമുകളിലേക്ക് പോയി ചേരുന്നുണ്ട്. അവരായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട കണ്ണിയായി പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ യുവാക്കളായിരിക്കും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നാട്ടിലെ തൊഴിലില്ലായ്മയാണ്. ഇത്തരത്തിൽ തൊഴിലില്ലായ്മയാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബാങ്കിന്റെ പദ്ധതികൾ, നബാർഡിന്റെ പദ്ധതികൾ, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളുടെ ഒരുപാട് സാമ്പത്തിക പദ്ധതികൾ കാത്തിരിക്കുകയാണ്. കാരണം പല ബാങ്കുകളുമായി സംസാരിക്കുന്ന സമയത്ത്, അല്ലെ പല ബാങ്കുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ മാർച്ചാവുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടുന്ന വായ്പ പദ്ധതി കംപ്ലീറ്റ് കൊടുത്തു കഴിയാത്ത സാഹചര്യമാണ് പല ബാങ്കുകൾക്കുള്ളത്. അതായത് ബാങ്കുകളിലേക്ക് വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. നബാർഡിന്റെ പദ്ധതികളൊക്കെ പലപ്പോഴും തിരിച്ചയക്കുന്ന അവസ്ഥ, സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിലേക്ക് തിരിച്ചയക്കുന്ന അവസ്ഥ നബാർഡിന്റെ പദ്ധതികളിലൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്താതെ ഇത്തരത്തിലുള്ള പോൺസി സ്കീമുകളിലേക്ക് പോയി ചേരാനും ഇത്തരത്തിലുള്ള പോൺസി സ്കീമിന്റെ പ്രചാരകരാകാനും വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിനുവേണ്ടി സർക്കാർ തലത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് ഒക്കെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു. ഒരു സ്ഥാപനം വന്ന് 2, 3, 4 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപ ഇവിടെ നിന്ന് പിരിച്ചെടുത്ത് അത് സ്കാമായി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം വരെ ആ സ്ഥാപനത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്.